Flowers Adiradi Ulsav Dubai 2026. Get ready Dubai. 24 Newsum Headline Arabian Mediaയും Epic Eventsum 10X Propertiesum ചേർന്നൊരുക്കും. ഓഗസ്റ്റ് 22 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ Al-Aghli Club, Stadium Metro Station, Al-Qusais, Dubai. Tickets are available on your tickets. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്ക് 971-56478-8475. നാട്ടിലെ കോമഡിക്കാരിലൂടെ വന്ന് ആദ്യത്തെ സ്കിറ്റ് തന്നെ സിൽവർ അടിച്ച ഒരു ടീമാണ് ഇനി രണ്ടാമത്തെ സ്കിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നത്. നല്ലൊരു കൈയടി കൊടുത്തോ. വേദിയിലെത്തുന്നു റോബിൻ, റീതു ആൻഡ് അഞ്ജനശ്രീ. വേറെ കഴിക്കുമോന്നെ? വേണ്ട ചേട്ടാ. എന്റെ ചക്കര മുത്തല്ലേ, കഴിക്കടി ഒന്ന്. വേണ്ട ചേട്ടാ. നമ്മുടെ പൊന്നിന് വേണ്ടിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചിരി കഴിക്കാം. പിന്നെ നീ ഇങ്ങനൊന്നും കഴിച്ചാ പറ്റത്തില്ല. നല്ല കൽക്കണ്ടമൊക്കെ കഴിക്കണം. എന്തിന്? കൽക്കണ്ടം കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് കൽക്കണ്ടം പോലെ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടും. കുങ്കുമപ്പൂവും കഴിക്കുന്നത് നല്ലതാ. കുങ്കുമപ്പൂ പോലെ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടും. പിന്നെ പഴം പുഴുങ്ങിയതും കഴിക്കാം. ചേട്ടനെ പോലൊരു കൊച്ചിനെ എനിക്ക് വേണ്ട. ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹമാടി നിനക്കുള്ളേ, പറ. എനിക്ക് നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊരു മോനെ തന്നെ വേണം. അത് പറ്റത്തില്ല, നമുക്ക് മോള് മതി. വേണ്ട ചേട്ടാ, മോൻ മതി. എനിക്ക് മോള് മതി. മോൻ മതി. മോള് മതിയടി. നിങ്ങൾ വിചാരിക്കുന്ന കൊച്ചിനെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങ് പ്രസവിച്ചാൽ മതി. ഇപ്പൊ എനിക്കിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളെ കിട്ടിക്കഴിഞ്ഞാലും മോനെ കിട്ടിയാലും സന്തോഷമുള്ളൂ. പക്ഷേ ഇത്തവണ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. പിന്നെ എന്റെ ആഗ്രഹം പോലെ നീ ഒന്ന് സഹായിച്ചു തന്നാ മതിയടി. ആദ്യം ഉച്ചഭക്ഷണം കഴിക്കേ, എന്നിട്ട് അത്താഴത്തിന് അരി ഇടണോ വേണ്ടേന്ന് ആലോചിക്കാം കേട്ടോ. ചേട്ടാ, അല്ലെങ്കിലും ചേട്ടന് എന്റെ മനസ്സൊന്നും വായിക്കാൻ അറിയത്തില്ല. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എന്തുവാടി വലിയ ആഗ്രഹം ഇത്രക്ക്? ചേട്ടാ, എനിക്ക് ഫ്ലൈറ്റിൽ പ്രസവിക്കണമെന്ന ആഗ്രഹം. ഫ്ലൈറ്റ് പ്രസവിക്കണമെന്നോ? അത് വല്ലാത്തൊരാഗ്രഹമാണല്ലോ നിനക്ക്. ചേട്ടാ, ഈ ഫ്ലൈറ്റിൽ പ്രസവിച്ചാലേ എനിക്കും എന്റെ കൊച്ചിനും ആജീവനാന്ത കാലം മുഴുവൻ ഫ്ലൈറ്റിൽ സുഖമായിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. എടി, ഞാൻ അതല്ല ആലോചിക്കുന്നേ. ആര് പ്രസവിച്ചിട്ടായിരിക്കും അപ്പൊ ഈ KSRTC-കാർക്കൊക്കെ ഈ സൗജന്യ യാത്ര പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കുന്നത്? ചേട്ടാ, എന്താടി? എനിക്ക് പിന്നെ വിശക്കുന്നു ചേട്ടാ. ഇത്രയും വയറ് അറിഞ്ഞിരുന്നട്ടോ? അതല്ല ചേട്ടാ, പിന്നെ എനിക്ക് അൽഫാം തിന്നാൻ കൊതിയാവുന്നു. അൽഫാമോ? സാധാരണ ഗർഭിണികളൊക്കെ മസാല ദോശയും പച്ചമാങ്ങയൊക്കെ ഇല്ലേ തിന്നുന്നേ. നിനക്കെന്തോ അൽഫാം കഴിക്കണമെന്ന് അത്ര ആഗ്രഹം? ചേട്ടാ, ഈ വയറ്റിൽ കിടക്കുന്ന ചില്ലക്കാരന്റെ കൊച്ചാണോ? അത് പിന്നെ ശിവുവിന്റെ കൊച്ചാന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അൽഫാം ചോദിക്കുന്നത് തെറ്റുണ്ടോ? അൽഫാം ചോദിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അങ്കിൽ പോയി എനിക്ക് അൽഫാം മേടിച്ചോണ്ട് വാ ചെല്ലി. എന്റെ മുത്തിന് അൽഫാം മേടിച്ചോണ്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ ചേട്ടാ, പെരി പെരി. പെരത്ത് കയറി വരുന്നുണ്ട് എനിക്കിതൊക്കെ കേട്ടിട്ട്. നടക്കാനാണെങ്കിൽ കാലും കയ്യും ഒന്നും വയ്യ. എന്നാലും കുടുംബത്തിൽ ഇങ്ങനെ ഒരു വയറ്റുണ്ണ ഉണ്ടെന്ന് അറിയുമ്പോൾ വയറ്റാട്ടിയായിട്ടുള്ള എനിക്ക് അവിടെ ഇരിക്കപ്പുറത്ത് വരുവോ? എന്റെ സുലോചനെ, നമ്മുടെയൊക്കെ കാലത്ത് എങ്ങനെയാടി വയറ്റുണ്ണിയാന്ന് കേൾക്കുമ്പോ അമ്മച്ചി ഒരു തൂമ്പ എടുത്ത് ഇങ്ങോട്ട് തരും കളിക്കാൻ. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളെ വയറ്റുണ്ണിയാന്ന് കേൾക്കുമ്പോ തുടങ്ങും സൂമ്പ ഡാൻസ് കളിക്കാൻ. കൊച്ചുമോന്റെ പെണ്ണിന്റെ പേരെടുക്കാൻ വന്നേക്കുവാ. ആരായിരിക്കുന്ന ഓലമറച്ച് കെട്ടിയ ഓമനയുടെ മോളല്ലോടി ഇത്? എന്റെ ദൈവമേ, നിന്നെ കുളിപ്പിച്ച വകയിൽ നിന്റെ അമ്മച്ചി ഒരു 500 രൂപ എനിക്ക് തരാനുണ്ട്. കുളിപ്പിച്ചപ്പോ കൊടുത്തയാ ദൈവമേ. എന്നെ കുളിപ്പിച്ച് കിടത്തുന്ന കാലത്തെങ്കിലും അത് കിട്ടിയാ മതിയായിരുന്നു. ഇല്ല, ഇത് ആരാടിയത്? എന്റെ പൊടിമോന്റെ മോളാന്നടിയത്. അമ്മൂമ്മ മനസ്സിലായില്ലേടി നിനക്ക്? മനസ്സിലായില്ല. ഏതായി അമ്മൂമ്മ? പെങ്കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്നലെ വന്ന് കയറിയവളോട് ഈ വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഇത് ആരാന്ന് എന്തുവാന്ന് നോക്കേ. എടി, നിന്റെ അമ്മായി അമ്മ ഉഷയുടെ വല്യമ്മച്ചിയാ ഈ അമ്മച്ചി. മനസ്സിലായില്ല. അത് അമ്മച്ചി പറഞ്ഞ് മനസ്സിലാക്കി തരാം. എടി, എന്റെ ഭർത്താവിന്റെ മൂത്ത പെങ്ങളെ കെട്ടിക്കൊണ്ട് പോയേക്കുന്നത് അങ്ങ് പരവൂരാ. പിന്നെ അവന്റെ പെങ്ങടെ ശേഷക്കാരിയുടെ മാമന്റെ മോടെ ചിറ്റമ്മയുടെ പേരപ്പന്റെ ശാക്ഷക്കാരിയാണ് നിന്റെ അമ്മായി അമ്മ ഉഷ. അങ്ങനെയുള്ള അടുത്ത ബന്ധമാ അവള് ഞാനും തമ്മി. അപ്പൊ അവള് വയറ്റുണ്ടെന്ന് പറയുമ്പോ ഞാൻ വരണ്ടായോ മക്കളെ പേരെടുക്കാൻ? പേരെടുക്കാനോ? പിന്നെ വയറ്റാട്ടിയാ ഞാൻ പേരെടുക്കാതെ പറയെടുക്കാനോ? എന്റെ അമ്മൂമ്മ, ഞങ്ങൾ ആശുപത്രി പോയേ പ്രസവം എടുക്കത്തോള്. അത് കൊള്ളാം. വയറ്റാട്ടിയായ ഞാൻ ഈ കുടുംബത്തുള്ളപ്പം ഇവർ ആശുപത്രി ചെന്ന് പ്രസവിച്ചാൽ എനിക്കാണോ മക്കളെ അതിന്റെ നാണക്കേട്? എന്റെ അങ്ങ് സകല നടിഞ്ഞെറുമ്പം തളർന്ന് ഞാൻ അങ്ങ് കിടപ്പിലായെന്നല്ലേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. ഞാൻ അങ്ങ് തല തല്ലി അങ്ങ് ചത്താലെന്താ അങ്ങ്? എന്റെ അമ്മൂമ്മ, ഇന്നത്തെ കാലത്ത് ഈ ആരെങ്കിലും ഒക്കെ വയറ്റാട്ടി കൊണ്ട് പ്രസവം എടുപ്പിക്കുവോ? അതെന്താ? നടപ്പുള്ള വശം
അയ്യോ എന്റെ ദൈവമേ എടി നിനക്ക് നിന്റെ കൊച്ചിന് അന്തസ്സും ഉള്ള പേര് വേണോ? ആ വേണം. ആ എടി അതുകൊണ്ടാ അമ്മാവ പറഞ്ഞത് കുടുംബത്തിൽ പിറന്നാലല്ലേ കുടുംബത്തിൽ പിറന്നുള്ള പേര് കിട്ടൂ. ആശുപത്രി പോയി പറ്റും ആശുപത്രി പിറന്നുള്ള പേരല്ലേ കിട്ടത്തുള്ളൂ. ആ അത് അമ്മമ്മ പറയുന്നതിൽ ന്യായമുണ്ട്. ആ അതാ അമ്മാവ പറഞ്ഞത്. മാത്രമല്ലടി കൊച്ചേ, ഞാൻ പ്രസവം എടുത്തിട്ടുള്ള എത്ര പേരാ വലിയ വലിയ നിലകളിൽ ഇരിക്കുന്ന അറിയാവോ? പിന്നെ ഒരുത്തൻ അങ്ങ് പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുന്നു. അയ്യോ എനിക്ക് നിക്കാൻ വയ്യ. ഒരുത്തൻ അങ്ങ് വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്നു. അയ്യോ ഒരുത്തൻ അങ്ങ് കൊല്ലം കളക്ടറേറ്റിൽ ഇരിക്കുന്നു. ഇവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരായിരിക്കും അല്ലയോ? പിന്നെ അവനൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഓരോ അപേക്ഷയും കൊടുത്തേച്ച് അതിന്റെ ഒക്കെ തിണ്ണ ചെന്ന് കുത്തിയിരിക്കുന്നു. എടി മോനെ, ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേര് പ്രസവം എന്ന് കേൾക്കുമ്പോ എന്തോ പുഴു കുത്തി ഞൊളക്കുന്ന കണക്കായി ഞൊളക്കുന്നേ. അതൊക്കെ എന്റെയൊക്കെ അമ്മയുടെ കാലത്ത്. മക്കൾ ഇങ്ങോട്ട് വാടി അമ്മാമ്മ ഇരുന്ന് പറയട്ടെടി. എന്റെ അമ്മയ്ക്ക് ഞാനും കൂടെ ചേർത്ത് ഞങ്ങള് 13 മക്കളാ. വയലി ഞാറ് നട്ടോണ്ടിരിക്കുമ്പോഴാ സ്ഥിരമായിട്ടും അങ്ങനെ അടി അമ്മയ്ക്ക് പ്രസവവേദന വരുന്നേ. അന്നത്തെ കാലം അല്ലോടി ബെല്ലും ബ്രേക്കും ഒന്നുമല്ല, ഇതങ്ങൾ അങ്ങ് പെറ്റ് കൂട്ടും. അങ്ങനെ വയലി ഞാറിടുന്ന പ്രസവവേദന വരുന്നു. ഈ അമ്മ ഈ ഞാറ് വരമ്പേലോട്ട് കകത്ത് വെച്ചിട്ട് വന്ന് നെല്ലിന്റെ ഇടയിലോട്ട് കയറി അങ്ങ് പ്രസവിച്ച്. അങ്ങനെ അന്നത്തെയൊക്കെ കാര്യങ്ങള്. അപ്പൊ അമ്മൂമ്മയുടെ പ്രസവമൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ അമ്മയുടെ കഥ കേട്ടപ്പോ നീ ഇത്രയും വാ തുറന്നെങ്കിൽ എന്റെ കഥ നീ ഒന്ന് കേക്കണം. എന്റെ ദൈവമേ, പണ്ട് ഞാൻ എന്റെ ഇളയവനെ നിറവയറോടിരിക്കുന്ന കാലത്ത് ഇന്നത്തെ പോലെ കാണോക്കെ ആന്നോടി മക്കളെ. അന്ന് വള്ളോ വഞ്ചി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതിന് അമ്മൂമ്മയുടെ വീടിന്റെ അവിടെ തോടോ പുഴയോ വല്ലോ ഒക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തോത്തിനാ വള്ളോ വഞ്ചിയൊക്കെ? എടി മോനെ, ഒരു കഥയാവുമ്പോ അതിന്റെ ഒരു ഓളം ഒഴുക്കും ഒക്കെ വേണ്ടായോ? അമ്മാമ അങ്ങനെ ഞാൻ എന്റെ മോനെ കൊണ്ട് പ്രസവ വേദന കൊണ്ട് പൊളയുന്നടി. അത് ഞാൻ എന്നെ സൈക്കിളിന്റെ പുറകേലോട്ട് എടുത്ത് വെച്ച് അങ്ങ് കെട്ടി. ഇന്നത്തെ ആണുങ്ങളുടെ കണക്കൊക്കെയാണോ? അങ്ങനെ ഞാനെന്ന് വെച്ചാൽ അങ്ങ് മരിക്കും, അങ്ങ് ഭയങ്കര ജീവനാ അങ്ങ്. അങ്ങനെ എന്നെ എടുത്ത് വെച്ച് കെട്ടിക്കൊണ്ട് സൈക്കിളും ചവിട്ടി ഇങ്ങനെ പോയപ്പോ എന്റെ ദൈവമേ ഭയങ്കര ഒരു തേരി. എന്നാ പിന്നെ ആ സൈക്കിൾ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ തേരിലിരുന്ന് പോയാ പോരായിരുന്നോ? പൊരുത്തം കെട്ടവളെ, തേരല്ലടി, ഭയങ്കര ഒരു കയറ്റം. ഞാൻ എന്നോട് പറയുവാ, കാർത്തിയായനി പൊന്നു മോളെ നീ പിടിച്ചിരുന്നോ, ഞാൻ ഈ ഏറ്റം എങ്ങനെങ്കിലും ചവിട്ടി കയറ്റിക്കൊള്ളാന്ന്. ഇതും പറഞ്ഞേച്ച് ഇരുന്ന് ചവിട്ടിയ മനുഷ്യൻ എണീറ്റ് നിന്ന് സൈക്കിള് ചവിട്ടാൻ തുടങ്ങി. 1 ചവിട്ടി, 2 ചവിട്ടി, 3ാമത്തെ ചവിട്ടിനതിയാൻ എന്റെ അമ്മേന്നൊരു നിലവിളിയാ. സൈക്കിളിൽ പറ്റോ? പിന്നെ കെട്ടേന്ന് അതിയാന്റെ കാല് തെറ്റി. ചുരുക്കി പറഞ്ഞ പ്രോഡക്റ്റ് ഡെലിവറി ആവുന്നതിന് മുമ്പേ കമ്പനി പൂട്ടി. അതുകൊണ്ടാ അമ്മാമ പറഞ്ഞത് അമ്മാമ നല്ല പൂ പറിക്കുന്ന രാഘവത്തോടെ ഈ കൊച്ചിനെ എടുത്ത് അങ്ങോട്ട് കൈ തരുമെന്ന്. അമ്മാമ വഴക്ക് പറഞ്ഞതല്ലടി മക്കളെ. എന്റെ മോനെ മുഖം കണ്ടാൽ അറിയാടി ഇത് ആൺകൊച്ച് തന്നെ. ഇത് ഈ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ മുഖം അമ്മാമ എങ്ങനെയാ കണ്ടേ? എടി വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അല്ല, തള്ളയുടെ മുഖം കണ്ടിട്ട് അമ്മാമ പറഞ്ഞത് ഇത് ആൺകൊച്ച് തന്നെ. ഓ എന്റെ മുഖം. അമ്മാമ പള്ളു പറഞ്ഞതല്ല. ഈ നേരത്തെ ഇങ്ങനെ വയറ് കാഞ്ഞിരിക്കാനൊക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങോട്ട് തിന്നെ കുടിക്കുകയൊക്കെ ചെയ്യണം. എന്തോ പറയുന്നത്? ഞാൻ ഓർഗാനിക് ആഹാരങ്ങളല്ലയോ കഴിക്കുന്നേ. ഈ സമയത്ത് കണ്ടൊക്കെ വാരി തിന്നാ പിന്നെ ഓക്കാനം വരാതിരിക്കോ? എടി അതൊന്നും അല്ല തിന്നണ്ടേ, അല്ല ഇല കറികളൊക്കെ അങ്ങോട്ട് തിന്നണം. രാവിലെ ആണെങ്കിൽ മുരിങ്ങയില തിന്നാം, ഉച്ചക്കാണെങ്കിൽ ചീരയില തിന്നാം, വൈകുന്നേരം ആണെങ്കിൽ മത്തയില തിന്നാം. ഇങ്ങനെ പച്ചലയെല്ലാം കൂടെ തിന്നാ ഇത് കിടക്കുന്നത് കന്നുകുട്ടിയല്ല, ഷിബുവിന്റെ കുട്ടിയാ. എടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇവള് തറതലേ പറഞ്ഞോട്ടെ. എടി അതല്ലടി അമ്മാവ പറഞ്ഞേ. ഇപ്പഴല്ലോടി പൊന്നു മോനെ ഓർക്കാനം. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കൊച്ചൊന്ന് പുറത്തോട്ട് വന്നോട്ടെ. അമ്മാമ്മ നല്ല ഒന്നാന്തരം തെങ്ങും പൂക്കൊല കാച്ചി തരുന്നുണ്ട്, കുലുവാക്കഞ്ഞി കാച്ചി തരുന്നുണ്ട്, ജീരകക്കഞ്ഞി കാച്ചി തരുന്നുണ്ട്. എന്റെ പൊന്നു മോനെ അല്ല ചെല്ലെന്ന് മിടിക്കാക്കി അങ്ങോട്ട് എടുക്കത്തില്ലേ അമ്മാമ്മ? കപ്പളങ്ങ കുത്തിയിടുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല ഇത്. പ്രസവം ഇതിനൊക്കെ ഇച്ചിരി പാടും ദുരിതമൊക്കെ ഉള്ള കാര്യമായത്. അമ്മമ്മേ എനിക്ക് സുഖപ്രസവമായിരിക്കണം. അതിനൊരു മാർഗം ഉണ്ടോ മക്കളെ? മോൻ പ്രസവേദന എടുത്ത് കിടക്കുന്ന സമയത്ത് അമ്മാമ്മ ഒരു തൂവലെടുത്ത് അങ്ങോട്ട് കയ്യിൽ തരും. ഇത് ചെവിക്കത്തിട്ട് നല്ലോണം കറക്കിക്കൊണ്ട് അങ്ങ് പ്രസവിക്കണം. അപ്പൊ സുഖത്തിന് സുഖമായി, പ്രസവത്തിന് പ്രസവമായി. ഞാനേ എനിക്ക് കുറച്ച് ഡിമാൻഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രസവിക്കുമ്പോ. എന്റെ പ്രസവം അത് അത്തത്തിലായിരിക്കണം. അത്തത്തിൽ ഇരിക്കുക ഇവളെന്തോന്ന് ഓണത്തപ്പനോ? അപ്പൊ അത്തത്തിലിരിക്കാനല്ല, അത്ത നാളിലായിരിക്കണം എന്റെ പ്രസവം. അങ്ങനെ അത് മാത്രമല്ല എന്റെ പ്രസവേ അത് വാട്ടർ ബർത്ത് ആയിരിക്കണം. ചേട്ടാ എന്തോ ഒരു പൂനാച്ചാന്ന് പറയേ. ഈ അകത്ത് കിടക്കുന്ന എന്ത് പുറത്തോട്ട് വന്നേച്ചല്ലേ വാട്ടർ ബോട്ടിൽ പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ? അതല്ല, എനിക്ക് വെള്ളത്തിൽ പ്രസവിക്കണമെന്ന്. വെള്ളത്തിൽ പ്രസവിക്കുന്നത് അവളെ അല്ലയോ? അമ്മാമ്മേ ഈ അമേരിക്കക്കാരൊക്കെ
അവരൊക്കെ വെള്ളത്തിലാ പ്രസവിക്കുന്നേ. എന്റെ പൊന്നു മോനെ, അമേരിക്കക്കാര് കാണിക്കുന്ന പൂനാച്ചയൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? അവിടുത്തെ കണക്ക് വല്ല വാങ്ങോടി ഇവിടെ. ഇവിടെ പ്രസവം അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ വേദിടണം, ചൂടുവെള്ളം പിടിക്കണം, നടുവിന് കിഴി വെക്കണം. എടി അങ്ങനെയൊക്കെ അല്ലോടി മക്കളെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോഴാ വല്ല യൂട്യൂബിൽ നോക്കി പ്രസവിച്ചാ മതിയായിരുന്നു. യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നതൊക്കെ നല്ലയാ, പക്ഷെ ഇടയ്ക്കെങ്ങാനും നെറ്റ് തീർന്നു പോയാ എവളെ ഊപ്പാടും പദവും വരത്തില്ലയോ. എടി അതിനേക്കാളും സുഖമായിട്ട് അമ്മാമ ഈ പേരെടുത്ത് കയ്യിലോട്ട് തരും. അതല്ലേ മക്കളെ അമ്മാമ പറഞ്ഞേ, മോനെ ഇത് കഴിയുമ്പം വേദനണമെങ്കിൽ ചന്ദനത്തിന്റെ തടി വേണം, ഈട്ടിയുടെ തടി വേണം, പറങ്കാവിന്റെ തടി വേണം, പ്ലാവിന്റെ തടി വേണം. അമ്മാമ്മയോട് തടിയെടുത്താൻ വന്നോ അതോ എന്റെ പ്രസവം എടുക്കാൻ വന്നോ? എടി കൊച്ചെ, ഇതൊക്കെ നിന്റെ ദേഹരക്ഷയ്ക്കുള്ള മരുന്നുകളാടി. ഓ അങ്ങനെ. ഇനി ഈ ദേഹരക്ഷയ്ക്ക് ഒരു മരുന്നും കൂടെ അമ്മാമ പറഞ്ഞു തരട്ടെ. പിന്നെന്തുവാ? എന്റെ പൊടിമോനുണ്ടല്ലോ നിന്റെ ഭർത്താവ്, അവൻ ഒരു പാസ്പോർട്ട് എടുത്ത് കൊടുക്കണം. എന്തിന്? അപ്പൊ അവൻ വിദേശത്തോട്ട് കയറി പോത്തില്ലോടി. അടുത്ത പ്രസവത്തിൽ നിനക്ക് രക്ഷയായോ? അങ്ങനെ. അമ്മമ്മേ, ഞാൻ നേരത്തെ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്റെ പ്രസവം വീഡിയോ എടുത്ത് എനിക്ക് യൂട്യൂബിലിട്ട് എനിക്ക് വൈറലായി പ്രസവിക്കണം. എടാ ഇത് വയറ്റേലായിട്ടല്ലോ എടാ പ്രസവിക്കുന്നത്. അങ്ങനല്ല മാമ, എനിക്ക് പ്രസവിച്ചിട്ട് വൈറലാവണം. എടാ ഇത് വയറ്റേലായിട്ടല്ലോ ഇങ്ങോട്ട് പ്രസവിക്കുന്നത്. അമ്മമ്മ അതല്ലെന്ന്, എനിക്ക് പ്രസവിച്ചിട്ട് വൈറലാവണം. എടി അതാ അമ്മാമ പറഞ്ഞ. ഈ കൊച്ചിപ്പ എവിടെ ഇരിക്കുന്നു? എന്റെ വയറ്റില്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, സമയം പോലെ അങ്ങനെ കൈ അടിയുമ്പോ പിന്നെ ഞാൻ എടുത്തോളാം. എന്റെ മോനെ ചുമ്മാ ഈ ഫോണ് യൂട്യൂബ് അതും ഇതൊക്കെ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സംഗീതം കേൾക്കണം. ഈ സമയത്ത് ഗർഭിണികള് സംഗീതം കേട്ടാ കുഞ്ഞുങ്ങള് നല്ല സംഗീതവാസനായിട്ടുള്ളതായിട്ട് വളരും. ആയ കാലത്ത് അമ്മുമ്മ കോട്ടാത്തറ നാട്ടിലെ ഭയങ്കര ഒരു ഗായികയായിരുന്നു. അന്ന് എന്റെ കഥകളൊക്കെ കോട്ടാത്തറ നാട്ടിൽ പാട്ടായിരുന്നു. അല്ല അമ്മുമ്മയുടെ പാട്ട് അവിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ നിന്റെ കൊച്ചിന് വേണ്ടി വേണമെങ്കിൽ അമ്മുമ്മ 2 വരി വെച്ച് അലക്കാം. പിന്നെ ഞാനും കൂടാ. അമ്മാമ്മ കീച്ചട്ടോ, കേട്ട് പഠിച്ചോ. ദേവസഭാതലം രാഗിലമാക്കുവാൻ ചെറുമോട മോനെ സ്വാഗതം. ഗർഭം ഗർഭദിനങ്ങളെ സന്തോഷമാക്കുവാൻ ശിബുവിന്റെ മോനെ നന്ദി. നോ, ഇങ്ങനാണെങ്കിൽ ഗർഭസമയത്തു കുന്തളിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവസാനം ആശുപത്രി ചെന്നാൽ സിസേറിയൻ. എന്നെ കൊണ്ടങ്ങ് പറ്റത്തില്ല. എനിക്ക് ഒട്ടും പറ്റത്തില്ല. നീ തന്നെ ആശുപത്രി പോയി എടുത്തോണോ? അയ്യോ അയ്യോ കാർത്തേനി വല്യമ്മ. എടാ എന്നെ കണ്ടപ്പോ നീ ഓടാൻ നിക്കുന്നോടാ. എന്റെ ദൈവമേ, ഇവൻ എന്റെ പുറകെന്ന് മാറാത്ത ചെറുക്കനായിരുന്നു. ഇപ്പൊ പെണ്ണ് കെട്ടിയപ്പോ അങ്ങോട്ടങ്ങ് ഓടി അങ്ങ് പോ. നീട് കഴിഞ്ഞിട്ട് ഇവന്റെ പ്രസവം എടുത്തത് ഞാൻ അറിയാമോ? പ്രസവിച്ചെടുത്ത സമയത്ത് എന്റെ ദൈവമേ, ഇവന്റെ കാര്യം പറഞ്ഞ ദേഹം മൊത്തവും കരപ്പനായിരുന്നു. ഞാൻ നല്ല പെരുവണത്തിലെ വട്ടേലയൊക്കെ ഇട്ട് തേച്ച് ദാണ്ട നോക്കടി ഇവനെ എടുത്ത് അറിയാമോ? അമ്മൂമ്മയെ കണ്ടിട്ട് കൊറേ നാളായല്ലോ, ഇപ്പൊ എന്ത് പറ്റി ഇങ്ങോട്ട് തള്ളിക്കറി വരാൻ? എടാ ഞാൻ ഈ വിശേഷം അറിയുമ്പോ വേറെടുക്കാനല്ലേ വരാനൊക്കൂ. മക്കളെ നിന്റെ കൈ കവറിനകത്ത് എന്തുവാടാ ഇരിക്കുന്നേ? അതമ്മൂമ്മ മസാല ദോശയാ. എന്നിട്ട് ഇവള് പറഞ്ഞല്ലോടാ അത് അൽഫാമാന്ന്. എടാ അല്ലെങ്കിൽ ഈ കാർത്തിയായനി വയറ്റുഭാഗ്യമുള്ളവളാ. കാർത്തിയായനി എവിടെ ചിന്തിക്കുന്നു അവിടെ അൽഫാം. അതങ്ങനാ. അതിങ്ങോട്ട് തന്നാട്ടെ. ഞാൻ രാവിലെ തൊട്ടേ വയറ് കാഞ്ഞിരിക്കുന്നു. എടാ നീ എന്തൊരു മനുഷ്യനാടാ. എടാ ഈ വയറ്റോട്ടിരിക്കുന്ന പെങ്കൊച്ചിന് ഈ അതും ഇതൊക്കെ കുത്തിവെച്ച ചിക്കനാണോ വാങ്ങിച്ചോട്ട് കൊടുക്കുന്നേ? അതിന് വല്ല മാങ്ങയോ കണ്ണിമാങ്ങയോ പഴമോ ചക്ക എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എടി എനിക്ക് ഇനി എന്തോ തന്നെ പ്രസവിക്കാനോ എടുക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ലല്ലേ. ചേട്ടാ എപ്പോഴാണ് അറിഞ്ഞോണ്ട് രാവിലെ വന്ന് വലിഞ്ഞേറിയതാ. ഇവരാരാ ഇവര്? എടി നീ ഒന്ന് സമ്മാനപ്പെടും, പതുക്കെ പറ. അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വകയിലൊരു അമ്മുമ്മയാ. ഇവരെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ. ഇവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെ പ്രസവം എടുത്തേക്കുന്നത് ഈ അമ്മുമ്മയാ. എന്തായാലും ശരി, എന്റെ പ്രസവം എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ആശുപത്രി പ്രസവിച്ചാൽ മതി. എടി അമ്മുമ്മയുടെ കാര്യം നിനക്കറിയോ? അമ്മുമ്മ പ്രസവിച്ചവരൊക്കെ ഒരുപാട് വലിയ നിലയിലുള്ളവരാ. കളക്ടർ, ഡോക്ടർ, വക്കീല്, ജഡ്ജി. അപ്പൊ നിങ്ങളോ? ആ എടി കൊലയൊക്കെ ആവുമ്പോ എല്ലാം ഒന്നും പോലെ ആവണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് പേട്ടൊക്കെ കാണും. ആ പേട്ട എന്റെ തലേ തന്നെ വന്നു വീണല്ലേ. എങ്ങനെങ്കിലും അവരെ പറഞ്ഞു വിടാൻ നോക്ക്. നിങ്ങൾ എന്തിനാ അവരെ പേടിക്കുന്നേ? എടി അവരെ പേടിക്കാൻ കാരണമുണ്ട്. എന്ത്? അവര് പ്രായി കഴിഞ്ഞാ ഉണ്ടല്ലോ അച്ചട്ടാ. നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. ഒരു ദിവസം ആണെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും കൂടി മുറുക്കാൻ തിന്നോണ്ടിരുന്ന സമയത്ത് അപ്പൂപ്പനാണെങ്കിൽ അമ്മുമ്മ എടുത്ത് ചോദിക്കാതെ കുറെ തോനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുണ്ണാമ്പങ്ങ് എടുത്ത് ആ ചുണ്ണാമ്പ് എടുത്തത് അമ്മുമ്മ കണ്ടതും ഒറ്റ പ്രാക്ക്. ആ ഒറ്റ പ്രാക്കിൽ അപ്പൂപ്പന്റെ കൈ അങ്ങ് തളർത്തി കളഞ്ഞു. അറിയോ നിനക്ക്? ഇനിയിപ്പോ ഞാൻ ഇവരെ എന്തോ ചെയ്യും? ഇവരെങ്ങനെ നമ്മൾ പറഞ്ഞു വിടും? നീ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യ്. അവരെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അങ്ങ് പറഞ്ഞു വിടാം. അമ്മൂമ്മയുടെ ഇവിടെ ഇരുന്ന് മുറുക്കാൻ ചെല്ല എന്തിയടാ? അമ്മുമ്മ എന്തിയാ നോക്കുന്നേ? ആരെ അമ്മുമ്മ നോക്കുന്നേ? എടി ചടയമംഗലത്ത് നിന്ന് സദാനശിവന്റെ മോള് പ്രസവിക്കാൻ കിടക്കുന്ന പറഞ്ഞോണ്ട് എനിക്ക് ഫോൺ വന്ന്. ഞാൻ അങ്ങോട്ട് പോകുവാ വേഗം. അമ്മ ഇവിടെ കാര്യോ?
എടാ ഇവളുടെ വയറ്റിൽ എത്ര കൊച്ചുണ്ടടാ? ഒരെണ്ണം. അവരുടെ വയറ്റിൽ 2 കൊച്ചുങ്ങളാ. എടാ എനിക്ക് 50 തയ്ക്കാനാണെങ്കിൽ 2 കൊച്ചുങ്ങളെ ഒരുമിച്ച് ഇനി തികയുവാൻ വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം പോയി ആ പ്രസവം എടുക്കാം. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഈ പ്രസവം എടുക്കാം. മക്കളെ നീ പറ്റുമെങ്കിൽ ഒരിച്ചിരി നേരത്തേക്ക് പ്രസവം ഒന്ന് നിർത്തി വെച്ചേക്കണേടി. ഒരെണ്ണം കൂടെ എനിക്ക് കിട്ടിയ എന്തോ കുളിക്കുവോ? അങ്ങനെ സ്കിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കാര്യക്കാരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നസീർക്ക സ്കിറ്റ്? സ്കിറ്റ് അടിപൊളി. നിങ്ങളുടെ ഇത് എത്രാമത്തെ പ്രാവശ്യം? രണ്ടാമത്തെ അല്ലേ? ആദ്യത്തെ സിൽവർ അല്ലായിരുന്നോ? ഓ വെരി ഗുഡ്. അപ്പം അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ കോമഡിക്കാർ ടീം വന്ന് ഫസ്റ്റിലെ തന്നെ സിൽവർ വാങ്ങിക്കുക, സെക്കൻഡും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേദിയോട് നമ്മുടെ പ്രേക്ഷകരോട് ഒരു പ്രത്യേക കടപ്പാട് വന്നിരിക്കുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. നിങ്ങൾ എടുത്ത കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റാണ്, നല്ല രസമുള്ള കണ്ടൻറ്റാണ്, നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പാകപ്പിഴകൾ, എന്താ റിഹേഴ്സലും എല്ലാം കുറവുണ്ടായിരുന്നോ? കുറഞ്ഞു പോയോ? വയ്യാഴിക്കൊക്കെ വന്നു. ഓ അതാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾ സെക്കൻഡ് ടൈമാണ് ഈ സ്റ്റേജിൽ കയറുന്നത്, എന്നിട്ടും ഇത്ര എനർജിയിലും ഇത്ര ചിരിപ്പിച്ചും നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിസ്സാരക്കാരല്ല. പ്രത്യേകിച്ച് നമ്മുടെ അമ്മ വല്യമ്മ അഞ്ജനശ്രീ നല്ല ഒന്നാമത്തെ ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. ആ വല്യമ്മയുടെ അത് വരുന്നിടം തൊട്ട് ആ ഒരു വയ്യാഴികയും ആ ഒരു എന്താണ് അങ്ങനെയുള്ള ചില വല്യമ്മമാരുണ്ടല്ലോ, ആ കറക്റ്റ് മോഡുലേഷനും ആ ഡയലോഗ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആ രീതികളും ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എവിടെയോ ചെറിയ മറവികളൊക്കെ സംഭവിച്ചു. സാരമില്ല, രണ്ടാമത്തെ സ്റ്റേജല്ലേ ആയുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ റെഡിയായി വരും. പക്ഷേ അത് മാക്സിമം വരാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം. നല്ല കൗണ്ടറുകളായിരുന്നു, ഇഷ്ടംപോലെ കൗണ്ടർ. ആദ്യത്തെ ആ പോർഷൻ എന്ന് പറഞ്ഞാൽ ചിരിച്ച് നമ്മളൊരു ഒരു ലെവലിലേക്ക് എത്തുമായിരുന്നു. അവിടെ നിന്നാണ് ചെറിയ ഒരു ഇത് കണ്ടു നമ്മുടെ മൂഡ് മാറിപ്പോകുന്ന രീതിയിലേക്ക് ആ തിരിച്ചപ്പം വന്നായിരുന്നു. അതുകൊണ്ടുള്ള ഒരു കുഴപ്പം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ നല്ല ടീമാകട്ടോ, 3 പേരും നന്നായിട്ട് ചെയ്തു. എന്നാലും കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഗ്രൂമേഴ്സിനെ കണ്ട് അവരോട് സംസാരിച്ച് അവർ പറയുന്ന രീതിയിൽ ഒന്ന് റെഡിയായി അടുത്ത പ്രാവശ്യം വന്ന് ഇതിലും മേളിൽ കലക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. റോബിൻ, റീതു, അഞ്ജനശ്രീ, നിങ്ങളുടെ ആദ്യത്തെ ഒരു സിൽവർ അടിച്ചവരാണ്. അപ്പോൾ തന്നെ നിങ്ങളിവിടെ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ഞാൻ ഒരു കാര്യം പറയാം, രണ്ടാമത്തെ ഒരു സ്കിറ്റിൽ എനിക്ക് ഏകദേശം ഒരു എണ്ണം നോക്കിയിട്ടൊരു 18-20 കൗണ്ടറോളം അടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല. നിങ്ങൾ ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്, കിട്ടിലൻ ആർട്ടിസ്റ്റുകളാണ്. കാരണം നമ്മളിവിടെ ഈ ഐറ്റം വരെയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തർ വന്ന് തുടങ്ങിയവരിലുള്ള ചെറിയ സ്പാർക്കുണ്ട്. നിങ്ങൾ നിന്ന് പെർഫോം ചെയ്യുന്ന കാണാൻ ഭയങ്കര അതിശയമാണ്. കാര്യം രണ്ടാമത്തെ വേദിയാണ്. അഞ്ജനശ്രീ, നിങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊരു കിട്ടിലൻ ആർട്ടിസ്റ്റാണ്. കാരണം ഏറ്റവും ആർട്ടിസ്റ്റിന് വേണ്ടത്, പ്രത്യേകിച്ച് കോമഡി ആർട്ടിസ്റ്റിന് വേണ്ടത്, കോമഡി പറയുമ്പോൾ കറക്റ്റായിട്ട് ഏൽപ്പിക്കുക എന്നുള്ളത്. അത് അഞ്ജനശ്രീക്ക് അസാധ്യ കഴിവുണ്ട് കേട്ടോ. അതിനൊരു ഉഗ്രം കൈഡി തരികയാണ്, ഉഗ്രം കൈഡി. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ, നിങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കും വൈറ്റാറ്റിക്ക് പിന്നെ പേരെടുക്കാനല്ല പറയെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞ ഓരോ കൗണ്ടറുകളും നമുക്ക് ഒന്നും അങ്ങനെ കേട്ട കൗണ്ടറുകൾ എല്ലാം നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങൾ 3 പേരും, ഞാൻ ഇപ്പോഴും നിസ്സംശയം പറയാം, 3 പേർക്ക് 3 പേരായിട്ടുള്ള കഴിവുകളുണ്ട്. ഇനിയും ഇതുപോലെ നല്ല സ്കിറ്റുകളായിട്ട് വരിക കേട്ടോ. എവിടെയാണ് അഞ്ജനശ്രീയുടെ വീട്? എവിടെയാണ്? കൊല്ലം കൊട്ടാരക്കര. നേരത്തെ ട്രൂപ്പിൽ വല്ലതും വർക്ക് ചെയ്തിട്ടുണ്ടോ? അതോ ഞാനൊരു 1.5 വർഷമായിട്ട് ചാനലിൽ ഇങ്ങനെ ഉണ്ടല്ലേ. റീതുവിന്റെ വീട് എവിടെയാ? കൊല്ലത്ത് തന്നെ. ഓക്കെ. റീതു പാട്ടുകാരിയാണ് അല്ലേ? ഓക്കെ. റോബിനെ നമുക്ക് അറിയാം, പക്ഷെ എന്നാലും നിങ്ങളുടെ കോമ്പിനേഷൻ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. റോബിൻ, റീതു, അഞ്ജനശ്രീ അത് കഴിഞ്ഞു, അമ്മൂമ്മ കഴിഞ്ഞു. ഇനിയിപ്പോൾ സാധാരണ ഇതൊക്കെ ഒരു അമ്മൂമ്മയുടെ ആ ക്യാരക്ടർ വിട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അസലായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഈ പറയുന്ന ഇതേപോലെ നിങ്ങളെ ഒന്ന് റിഹേഴ്സലും കാര്യങ്ങളും നിങ്ങളുടെ ഒരു ടൈമിങ്ങും മറ്റുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പോലെ ഒന്നാക്കിയെടുത്താൽ നിങ്ങൾ ഇവിടുത്തെ നമ്പർ 1 താരങ്ങളായി മാറും. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു ഓരോരുത്തരും. ഈ പറയുന്ന അമ്മൂമ്മയായിരുന്നതിൽ ഹൈലൈറ്റ്. ഈ പറയുന്ന അഞ്ജനശ്രീയുടെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ സ്കിറ്റ് സജീവമാകുന്നത്. പക്ഷെ ആണെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും നല്ല ഈ പറയുന്ന പെർഫോമൻസ് സൈഡ് നിങ്ങളുടെ വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഇതിൽ ഈ പറയുന്ന സിൽവർ കിട്ടിയെങ്കിലും ഇത് ഒട്ടും മോശമുള്ള ഒരു സ്കിറ്റല്ല. പക്ഷേ ഇനിയും ഗോൾഡൻ ബെഞ്ചിലേക്ക് വരാവുന്ന ഒരു കഴിവ് നിങ്ങളിലുണ്ട്. അതിന് മുകളിൽ അതിന് മുകളിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പെർഫോമൻസിൽ ഒരു തരത്തിൽ ഇതാവരുത്, ഒരു ഡൗട്ട് ഒന്നും ഇല്ലാതെ ഇവരുടെ ഗ്രൂമേഴ്സ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് നിങ്ങളുടെ ആയിരിക്കും, വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ പെർഫോമൻസ് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡും ഹാപ്പിയുമാണ്. എന്തായാലും അടിപൊളി, സൂപ്പർ. സൂപ്പർ, നല്ല കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മാർക്ക് ചോദിക്കാം. ഷാജേട്ടൻ തന്നെ തുടങ്ങിക്കോ. ഞാനൊരു
19,000. 19,000. നസീറിക്ക ഞാനൊരു 16,000. 16,000. അപ്പൊ 19,000 16,000 35,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. പ്രചോദേട്ടൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഒന്ന് റിവീൽ ചെയ്യൂ. പിടിച്ചോളൂ, ഐശ്വര്യമായിട്ട് പിടിച്ചു. 70,000. സൂപ്പർ, കൊള്ളാം. കഴിഞ്ഞ തവണ അവര് സിൽവർ അടിച്ചു, ഇപ്രാവശ്യം 70,000. ഒരിക്കൽ കൂടി നല്ലൊരു ഗംഭീര കൈഡി. അപ്പൊ ഈ ഒരു മീറ്റർ താഴണ്ട, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അല്ലേ? അടുത്ത തവണ വരുമ്പോഴത്തേക്കും വീണ്ടും പഞ്ചടിക്കുക. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ അവരോട്. ഇത് സാധാരണ നമ്മൾ സിൽവർ അടിക്കുന്നവരോട് ചോദിക്കുന്ന ചോദ്യാ എന്ന്. ഈ പ്രാവശ്യം അതിൽ മേളിൽ പ്രതീക്ഷിച്ചായിരുന്നോ? ഇതിന് മേളില് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അങ്ങനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സ്കിറ്റിൽ ഞങ്ങൾ സംതൃപ്തരായിരുന്നു. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് കുറച്ച് വൈയാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കും വയ്യാത്ത കാരണം. പക്ഷെ എങ്കിലും നിങ്ങളുടെ ഒരു അറ്റംപ്റ്റ് നല്ലതായിരുന്നു. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കൂടിയിട്ടാണ്. അടുത്ത പ്രാവശ്യം പൊളിക്കണം. തീർച്ചയായിട്ടും. അടിപൊളി. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അടുത്ത തവണ വരുമ്പോഴത്തേക്കും പഞ്ചടിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ദ ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി ഇത്രയും നേരം നമ്മൾ സ്കിറ്റുകൾ കണ്ടു. നമുക്ക് ഇനി മിമിക്രി മഹോത്സവത്തിലേക്ക് കടന്നാലോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വളരെ സുപരിചിതനായിട്ടുള്ള ഒരു കലാകാരനാണ് ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത്. നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അരുൺ ഗിന്നസ്. അർജുൻ നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ദ ഐറ്റം വേറെ. താങ്ക് യു. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. പ്രോഗ്രാമിലൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ. അപ്പം ഒരുപാടധികം തവണ നമ്മൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ ടി വിയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ ലൈവായിട്ട് ഒന്ന് കാണാൻ പോവുകയാണ്. ആദ്യത്തെ ഐറ്റത്തിലേക്ക് പോവാ അല്ലേ? ഓക്കെ, എന്താ ചേട്ടാ ചെയ്യാം? അതായത് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റങ്ങളല്ല. അതായത് നമ്മുടെ അടുത്തിടെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സ്വന്തം എസ് ജാനകിയമ്മ. അപ്പോൾ ജാനകിയമ്മയുടെ കുറച്ച് പാട്ടുകളിലൂടെയുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമായിട്ടാണ്. ഓ വണ്ടർഫുൾ. ഇപ്പൊ ജാനകിയമ്മയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്. നമുക്ക് ആദ്യം ആഴക്കടലിന്റെ എന്ന് പറയുന്ന ആ ഒരു ഗാനം അനുപല്ലവി തൊട്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ജാനകിയുടെ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഓരോ എന്താ പറയുക മനുഷ്യന്റെ ഓരോ കാലഘട്ടത്തിന്റെ ഓരോ പാട്ടുകൾ വെച്ചിട്ടുള്ള പാട്ടുകൾ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നത് സന്ധ്യ എന്നുള്ള ഗാനം കേൾക്കാം.
അടിപൊളി ചേട്ടാ, അടിപൊളി. താങ്ക് യു. അടുത്തത് സ്വർണ്ണമുഖിൽ എന്നുള്ള അതിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ജാനകിയമ്മയുടെ എല്ലാ സോങ്സും അങ്ങനെയാണ്. അതെ, എല്ലാം ഒരു ഫീലുള്ള പാട്ട്. അതെ, സ്വർണ്ണമുഖിലെ. സ്വർണ്ണമുഖിൽ. താങ്ക് യു. പെർഫെക്റ്റ് വോയിസ് ചേട്ടാ. അടുത്ത സോങ്. താങ്ക് യു. അടുത്ത് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഓലത്തുമ്പത്തിരുന്നു. ഓക്കെ ഓക്കെ. ജാനകിയമ്മയുടെ പാട്ടുകൾക്ക് ഓരോ പാട്ടിനും ഓരോ ഫീൽ. അപ്പം ഇതിലൊരു പ്ലേഫുള്ളി ആയിട്ടുള്ള ഒരു മാതൃത്വം ഉണ്ട്. മറ്റേത് നേരത്തെ പറയാം സന്ധ്യയിലൊരു ദുഃഖമുണ്ട്. ആ ഇമോഷൻ എല്ലാവരും ചേട്ടാ അതേപോലെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു വലിയ കൈഡി. കറക്റ്റ്. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ ഫീമെയിൽ വോയിസിൽ കേട്ടു. ഇനി മെയിൽ ആൻഡ് ഫീമെയിലിൽ നമുക്ക് കൈക്കുടങ്ങൾ നിറയുന്നുള്ള എൻ്റെ തന്നെ വോയിസും ജാനകിയമ്മയുടെ വോയിസും അങ്ങനെയെങ്കിലും ജാനകിയമ്മയോട് പാടാൻ പറ്റട്ടെ. പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ ഉരുകും വേനൽ പാടം കടന്നെത്തുമേ രാത്തിങ്കളായി നീയുദിക്കേ കനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ
കൊടുന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകൊടന്ന നിറയെ തിരുമധുരം തരും. ചേർന്നു മൂളാം ലയവീണയരുളും ശ്രുതി ചേർന്നു മൂളാം ഒരു നല്ല മധുരാഗവര കീർത്തനം കൈകൊടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകൊടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വിളയും വസന്തം കൈകൊടന്ന നിറയെ തിരുമധുരം തരും. അടിപൊളി ചേട്ടാ, അടിപൊളി. അതായത് ഈ ഒരു ശരീരത്തിൽ നിന്നും ഒരു മെയിൽ വോയിസും ഫീമെയിൽ വോയിസും അത് നമ്മുടെ ജാനകിയമ്മയുടെ ശബ്ദം പെട്ടെന്ന് കേൾക്കുമ്പോഴേ നമുക്കിങ്ങനെ അൺഅക്സെപ്റ്റബിൾ ആയിട്ട് തോന്നായിരുന്നു. ഒരു വലിയ കൈഡി കൊടുക്കാം ഈ വലിയ കലാകാരന്. നമ്മുടെ കാര്യക്കാർ 3 പേരും ആക്ച്വലി ഇരുന്ന് നല്ല രീതിയിൽ താളം പിടിക്കുന്നുണ്ടായിരുന്നു അല്ലേ പ്രചോദേട്ടാ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പം അരുൺ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരുപാട് പേര് ജാനകിയമ്മയെ അനുകരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അരുണിൻ്റെ ഒരു പാട്ടിൻ്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാനകിയമ്മയുടെ പാട്ടിൻ്റെ ചെറിയ ചെറിയ നിസാര കുനിപ്പുകളും അല്ലെങ്കിൽ ചില സ്റ്റോപ്പുകൾ, ചില ഒഴുക്കുകൾ, ചിരിയുണ്ട്, ചില ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് പാടിയിരുന്നു, അസാധ്യമായിട്ട്. താങ്ക് യു. ഇതിന്റെ ശബ്ദാലങ്കരണം എന്ന് പറയുമ്പോൾ നമുക്ക് മിമിക്രി ആണെങ്കിൽ നമുക്ക് ഈ പിച്ച് കാര്യങ്ങളൊന്നും നോക്കണ്ടായില്ല. പക്ഷേ ഇതിനകത്ത് താളം എല്ലാം നമുക്ക് ബന്ധപ്പെട്ടാണ്. അപ്പം മാക്സിമം നോക്കാറുണ്ട്. അല്ല, അതിലുപരി തന്നെ നമുക്ക് സോങ് സെലക്ഷൻ എന്ന് പറയുന്നത് അവിടെയൊക്കെ ഭയങ്കര നമുക്ക് ഇമ്പാക്റ്റ് ആണ് ഒരാളിലേക്ക് നമ്മൾ എത്തിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു വലിയ കലാകാരനാണ്. അതിലുപരി അരുൺ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അങ്ങനെയെങ്കിലും എൻ്റെ സൗണ്ട് ജാനകിയമ്മയുടെ കൂടെ പാടാൻ പറ്റുമല്ലോ എന്നുള്ളത്. ആ പാട്ട് എനിക്ക് കാണണം എന്നൊക്കെ വലിയ ആഗ്രഹം. നമ്മൾ അനുകരിക്കുന്നവരെ കാണുക എന്നുള്ളത് നമ്മൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു ഉപജീവന മാർഗം. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും അവരോടൊപ്പം കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റുക എന്നുള്ള ശബ്ദത്തിലൂടെയെങ്കിലും. എത്ര വർഷമായി അരുണെ ഇപ്പൊ ജാനകിയമ്മയുടെ ഈ സോങ്? ഇപ്പൊ 19-20 വർഷമൊക്കെ ആയി നമ്മൾ ഈ പ്രോഗ്രാം രംഗത്തേക്ക് വന്നിട്ട്. ഈ 20 വർഷവും അതിൻ്റെ 1% പോലും കുറയാതെ 20 വർഷവും ഈ അനുകരിച്ച് ഗംഭീര കൈയ്യടി നേടി ഒരുപാട് വേദികളിൽ പ്രസന്റ് ചെയ്യുന്ന ആളാണ്. ഒട്ടും കുറവില്ലാതെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇടയ്ക്ക് ഐറ്റം വേറയിൽ ഇതുപോലെ ഓരോ വെറൈറ്റികളൊക്കെ തീർച്ചയായിട്ടും വരും. അല്ല, നമ്മുടെ ഈ ഇത് ഐറ്റം വേറയുടെ വേദിക്ക് ജാനകിയമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് അരുണിലൂടെ നമ്മൾ കൊടുത്തത്. അതിലപ്പുറം എന്താണല്ലേ, നമ്മളുടെ മനസ്സിൽ നമ്മളുടെ വീട്ടിലുള്ളവരെക്കാട്ടിലും കൂടുതൽ കേട്ട് പതിഞ്ഞു പോയ ഒരു ശബ്ദമാണ് ജാനകിയമ്മയുടെ ശബ്ദം. അത് ഒരാണ് ആ അമ്മയുടെ ശബ്ദം അനുകരിച്ച് ഇത്രയും മനോഹരമായിട്ട് ഈ പ്രചോദ പറഞ്ഞ പോലെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെയും ശ്രദ്ധിച്ച്, അതായത് ആ ജാനകിയമ്മ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് കേടുവരാത്ത രീതിയിൽ ആണ് അരുണ് കൊടുത്തത്. അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ്. പ്രേക്ഷകർക്കും നമുക്കും ഒക്കെ ഒരു നല്ല ഒരു വിരുന്നായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്തൊരു വിരുന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അരുൺ, ഒരുപാട് മിമിക്രി കലാകാരന്മാർ ജാനകിയമ്മയുടെ വോയിസിൽ പാടിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അല്ലാതെയുള്ള ചില പാട്ടുകാരൊക്കെ അല്ലാതെ ഈ വോയിസിൽ 2 വോയിസിലൊക്കെ പാടി കേട്ടിട്ടുണ്ടാവാം.
പക്ഷെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അസലായിട്ട് പാടിയത്. മാത്രമല്ല നമ്മളെന്നും മനസ്സിൽ ഓർമ്മിക്കുന്ന ജാനകിയമ്മ നമ്മളെ വിട്ടു പോയെങ്കിലും നമ്മളെന്നും അവരുടെ ഗാനങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. നമ്മളെന്നും അവരുടെ പാട്ടുകൾ ഒരു പ്രത്യേക ഫീലാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പം നമ്മളല്ലാതെ പാടുന്നവർ ചിലപ്പോൾ സന്ധ്യ പാടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതില്ലേ, ഇങ്ങനെയുള്ള പാട്ടുകളുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് കൈക്കൂടുന്ന ആ പാട്ടില്ലേ, അത് പാടി അതിൻ്റെ അനുപല്ലവിക്ക് ഇത്രയും പിച്ചും അതിൻ്റെ ശ്രുതി അതൊന്നും മാറാതെ അത് കഴിഞ്ഞ് നേരെ വോയിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഇനിയിപ്പോൾ ആരുടെ വോയിസിൽ പാടിയാലും ഈ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും കൂടെ ബാലൻസ് ചെയ്യണ്ടേ. പിന്നെ ഒന്നാമത് ഹൈ പിച്ചാന്ന് തോന്നുന്നു, അനുപല്ലവി കുറച്ച് അടുത്ത വോയിസിലേക്ക്. അയ്യോ ഒരു രക്ഷയില്ല, അമേസിങ്, ഗംഭീരമായിരുന്നു. പിന്നെ നമുക്ക് എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിലൊരു പെയിൻ കിടപ്പുണ്ട്. ജാനകിയമ്മയുടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇല്ലല്ലോ ഇനി അങ്ങോട്ടെന്നുള്ള രീതി. പക്ഷെ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അത്രയും നല്ല പാട്ടുകൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. അത്രയും നല്ല പാട്ടുകളാണ് അവർ ചെയ്തിരിക്കുന്നത്. അതെ. പക്ഷെ നമ്മൾ ഈ വേദിയിൽ ഇന്ന് ഇത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ജാനകിയമ്മയുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടെ നമ്മൾക്ക് ഈ പ്രേക്ഷകർക്കൊക്കെ സമ്മാനിച്ചതിന് വലിയ സന്തോഷം. അരുൺ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. കാര്യക്കാർ സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കയ്യടിയുടെ രൂപത്തിൽ അരുൺ ചേട്ടൻ അങ്ങ് കൊടുത്തേ. താങ്ക് യു. തീർച്ചയായും ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഫ്ലവേഴ്സ് ടിവിയിലെ ഐറ്റം പേര് സാറിനോടും നമ്മുടെ ക്രൂമേറ്റ്സ് അവരെല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. എന്തായാലും താങ്ക് യു. ഒരുപാട് സന്തോഷം അരുൺ ചേട്ടാ. ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഒരിക്കൽ കൂടി ഇവിടെ വന്ന ഒരു പാട്ടൊക്കെ പാടി തന്ന് ജാനകിയമ്മയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ വീണ്ടും കൈപിടിച്ച് കൊണ്ടുപോയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി വീണ്ടും വരണം നമ്മുടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്ത സ്കിറ്റുമായി എത്തുന്നത് നമ്മുടെ സ്വന്തം ബിജു ചേട്ടനുണ്ട്, ഫിറോസ് ഒക്കെ ഉണ്ട്, ഒപ്പം അനിൽ ചേട്ടനും. നല്ലൊരു കൈയ്യടി. അയ്യോ എല്ലാം ഞാനിതെങ്ങനെ സഹിക്കും? ഇന്ന് ചിട്ടിക്കാരന് കൊടുക്കാൻ പറ്റില്ല 2000 രൂപ എടുത്തോണ്ട് പോയിരിക്കുക. വേറെ ആരുമല്ല, എന്റെ ഭർത്താവ്. നാട്ടില് അയാൾ ദോഷം പറയരുത്, കുടിക്കൂല, വലിക്കൂല, വേറെ ദുശീലങ്ങളൊന്നുമില്ല. പക്ഷേ പരോപകാരം, നാട്ടുകാർക്ക് മൊത്തം പരോപകാരം ചെയ്ത് നടക്കുക. ഇന്ന് ഞാൻ ചിട്ടിക്കാരന് കൊടുക്കാൻ പറ്റുന്ന പൈസ എടുത്തോണ്ട് പോയിരിക്കുക നാട്ടിൽ പരോപകാരം ചെയ്യാൻ. ഞാനെങ്ങനെ ജീവിക്കും എന്റെ ദൈവമേ? ചേച്ചി, ഇന്ന് ചിട്ടിക്കാരന് കൊടുക്കാൻ പൈസ ഇല്ല ചേച്ചി. ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ താ ചേച്ചി. പൈസ ഇല്ലല്ല? ഇല്ലേ? ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ ഒന്ന് ചോദിക്കല്ല. എടി ചന്ദരി, ഉപ്പില്ലടി ഇത്തിരി ഉപ്പ് താടി, മുളകില്ലടി ഇത്തിരി മുളക് താടി. അന്നേരം ഞാൻ ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവാണ് ഇതുപോലെ പരോപകാരം ചെയ്തത്. നിങ്ങൾ സഹിക്കോ? നീ സഹിക്കൂലടിയേ, നീ സഹിക്കൂല. നീ അവനെ കൊന്നു വയ്ക്കും. അത്ര കൊണ്ട് നിന്റെ നാക്ക് എനിക്കറിയാം. നിന്റെ നാക്ക് കഴുത്തിന് ചുറ്റുമുണ്ട്. നിന്റെ നാക്ക്. ദൈവാന അമ്മച്ചി, സുഖം തന്നെ? മരുമൻ വിളിക്കണ ഗൾഫിൽ നിന്നൊക്കെ തന്നെ? മരുമൻ പൈസയൊക്കെ അയച്ചു തരണ ഇല്ലേ? എന്നാലും പൈസ കാണും കയ്യില്. ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ തായേച്ചി. തരൂലെന്നാ? പൈസ എല്ലാം കെട്ടിയങ്ങ് വെച്ചോ. അവസാനം അമ്പാനിയാവാ. നിങ്ങൾ ദൈവാനമല്ല, നിങ്ങൾ തേയ്മാനം പിടിച്ച അമ്മച്ചിയാണ്. തേയ്മാനം. എന്റെ ദൈവമേ, ഞാനിത് ചിട്ടിക്കാരൻ വരുമ്പോ എന്തോ എടുത്തിട്ട് പറയും. അയ്യോ, കയ്യിലുള്ള കയറരുത്, ഈ പഠിക്കാത്ത കയറരുത്. ഇന്ന് ചിട്ടി കൊടുക്കാൻ വെച്ചിരുന്ന പൈസ ഞാൻ അരിപ്പാട്ട് വെച്ചുള്ള പൈസ നിങ്ങൾ എത്തിയത്. അരിപ്പാട്ട കാശ് അരിപ്പാട്ടുള്ളവരോട് ചോദിച്ചു. എന്റെ അടുത്ത് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഹരിപ്പാടും കാര്യങ്ങളുള്ള കാര്യമല്ല പറഞ്ഞത്. ഞാൻ എന്റെ അരിപ്പാട്ടൊക്കെ എടുത്ത് വെച്ചിരുന്ന പൈസ അത് നിങ്ങളെടുത്ത് ആർക്ക് കൊണ്ട് കൊടുത്തു? അത് പറ. എടി, അപ്പുറത്തെ വീട്ടിലെ സരള ഇവിടെ വന്നിട്ട് ചോദിച്ചു, കൊച്ചാട്ട ഈ വീട്ടിൽ കഞ്ഞി വെക്കാൻ വേണ്ടി ഇച്ചിരി അരി തരുമോ? ഇന്ന് അരി ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ അരിപ്പാട്ട എടുത്ത് അതുപോലെ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഇങ്ങ് തരാൻ പറഞ്ഞു. അവൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് അവള് ബാക്കി ഇങ്ങ് തന്ന്. അവൾക്ക് ആവശ്യമുള്ള 2000 രൂപ അവളങ്ങ് എടുക്കുകയും ചെയ്തിട്ട് ബാക്കി അരി ഇങ്ങ് തരികയും ചെയ്തു. നീ എന്തിനാ ഈ അരിപ്പാട്ടക്കകത്തിടാൻ പോയത്? ആ മുളക് പാട്ടക്കകത്തിട്ടായിരുന്നെങ്കിലോ? അതിനകത്ത് കൈയിട്ട് എന്റെ കൈയെല്ലാം നീറിയൊരു പരിവായി, അറിയാവോ? എന്റെ ദൈവം, നിങ്ങൾ ഈ പരോപകാരം ഒന്ന് നിർത്താവോ? എന്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വാങ്ങിച്ചത് മാല എന്തിയെ? താണ്ടുണ്ട്. എന്റെ അച്ഛൻ ഇങ്ങനെ ഈ മാല ഇട്ട് കൊടുക്കുന്ന സമയത്ത്
അതിന്റെ ലോക്കറ്റ് പൊക്കിളിന് ചുറ്റും കിടന്നിങ്ങനെ ആടുമായിരുന്നു. പൊക്കലിന് ചുറ്റും കിടന്ന് ആടുന്നത് എന്തോടെ പേപ്പട്ടിയുടെ ഇഞ്ചക്ഷൻ ആണോ അത്? നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ ആ മാലയുടെ ഓരോ കണ്ണി ഓരോരുത്തർക്ക് പരോപകാരം ചെയ്ത് 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 ഇപ്പൊ നേണ്ട കഴുത്തറ്റം വരെ എത്തി മാല. ഇത് നോക്കട്ടെ, ബ്രേസ്ലെറ്റ്. കണ്ടാ പറയും ബ്രേസ്ലെറ്റ്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ മേടിച്ചു കൊടുത്ത 2.5 പവന്റെ അരഞ്ഞാണോ ഇത്? അത് നാട്ടുകാരെ കണ്ടിച്ചു ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട് നടക്കുക. നിങ്ങൾ എന്ന് എന്റെ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചോ അന്നോട്ട് എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. നിനക്ക് എന്ത് നഷ്ടം ഉണ്ടായി? ഞാൻ കാലെടുത്തൊന്ന് കുത്തി തന്നെ. ഡെയിലി 2 മുട്ട ഇടുന്നൊരു കോഴി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ന് കാലെടുത്ത് വെച്ചോ അന്നോട്ട് കോഴി മുട്ട ഇടുന്ന അങ്ങ് നിർത്തി. പിന്നെ എവളുടെ കോഴിയുടെ മൂട്ടിലോട്ടല്ലേ ഞാൻ കാലെടുത്ത് വെച്ചത്? എന്ത് വേറെ വാ ചൊറിഞ്ഞു വരുന്നുണ്ട്. വരുന്ന നീ ചേമ്പ് തിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ ഈ വീട്ടിൽ? ഒരു ഉത്തരവാദിത്തമോ? നിങ്ങൾ നാട്ടുകാരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുമല്ലോ. ഇവിടെ ഞാനൊരുത്തി എങ്ങനെ കഴിയുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ കഴിയേണ്ടത്? നിങ്ങൾ അടുക്കള വന്ന് നോക്കണം. അടുപ്പിനകത്ത് പൂച്ച വെച്ച് കിടക്കും, അറിയാവോ? എന്റെ ദൈവമേ, ആ ഉത്തരവാദിത്തം കൂടി ഇനി എന്റെ തലയിൽ. വല്ല കണ്ടം പൂച്ചം ചെയ്ത കുറ്റത്തിന് എന്റെ നേരെ വരുന്ന വല്ല കാര്യമുണ്ടോ? ഞാൻ അതും ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, മധുവിന്റെ കാര്യം ഇപ്പൊ പറയല്ല, എനിക്ക് രോമാഞ്ചം ഉണ്ടാവും. മധുവിധുവിന്റെ കാര്യമല്ല, എന്റെ വായിൽ നല്ലത് കേൾക്കുമോ? നല്ലത് കേൾക്കുവോ? നല്ലത് പറ. എനിക്കതൊന്നും അറിയണ്ട. എനിക്കിന്ന് ചിട്ടിക്കാർ അണ്ണാച്ചിനും പൈസ കൊടുക്കാനുള്ളതാ. നിങ്ങൾ എനിക്ക് എന്റെ 2000 രൂപ തന്നേ പറ്റുള്ളൂ. ചിട്ടിക്കാരൻ അണ്ണാച്ചിയെടുത്ത് എന്തോ പറയണമെന്നാ ഞാൻ. എന്താ പറയും നിങ്ങൾ? വാങ്ക ഇങ്ങിருந்து പോങ്കെ അപ്പഴേ പറഞ്ഞാ മതി. അതെന്താ അങ്ങനെ പറഞ്ഞത്? അണ്ണാച്ചി തമിഴനല്ലേ, അയാളത്ത് അങ്ങനല്ലേ പറയാൻ പാടുള്ളൂ. ഞാൻ നിങ്ങളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ കൂടി പോവത്. അയ്യോ, എനിക്ക് എന്റെ പൈസ വേണം. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. അതിനിടയ്ക്കൂടെ ഫോൺ. ഹലോ ഹലോ, ആ പൂക്കുട്ടിയാ സംസാരിക്കുന്നേ. പൂക്കുറ്റി സംസാരിക്കുമല്ലോ, ചീറ്റുമല്ലോ ചെയ്യുന്നത്. അതല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പൂക്കുട്ടി. പഞ്ചായത്ത് പ്രസിഡന്റ് പൂക്കുട്ടി, മനസ്സിലായി. ആ, എന്താ പ്രസിഡന്റ്? മെമ്പർ ഒരു കാര്യം പറഞ്ഞായിരുന്നോ? പഞ്ചായത്ത് മെമ്പർ പറഞ്ഞായിരുന്നു. പന്നിയെ വെടിവെക്കാൻ വേട്ടക്കാരനെ അങ്ങോട്ട് വിടുന്നുണ്ട്. അതിന്റെ പൈസയും ഒക്കെ. വേട്ടക്കാരന്റെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉള്ള പൈസ ഞാൻ പഞ്ചായത്തിൽ നിന്ന് കൈപ്പറ്റി കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം. ആട്ടെ ഓക്കെ. അപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതില്ലേ ഒരു അനൗൺസ്മെന്റ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഈ പൈസ എടുത്ത് എങ്ങോട്ട് മറിച്ച് ആരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ആ 25,000 രൂപ എടുത്ത് ഈ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞോണ്ട് ഇത് അനൗൺസ്മെന്റിന് ഞാൻ പൈസ കൊടുത്തായിരുന്നല്ലോ പറഞ്ഞതുപോലെ. ബഹുമാന്യരായ നാട്ടുകാരായ ബഹുമാന്യരെ, കർഷകർ കഷ്ടപ്പെട്ട് വളർത്തുന്ന കപ്പ, കാച്ചിൽ, വാഴ 2 എന്നിവ നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളായ കാട്ടുപന്നി, പെരിച്ചാഴി, മരപ്പട്ടി, പള്ളിപ്പാക്കാൻ, കാടൻ, കുറുക്കൻ എന്നിവയുടെ ശല്യത്തിൽ നിന്നും ശാശ്വത പരിഹാരം വെടിക്കാരൻ കീറുണ്ണി നമ്മുടെ പഞ്ചായത്തിൽ ദിവസേന 4 വെടികൾ. ഏവരും ജാഗരൂകരായിരിക്കാൻ പഞ്ചായത്തിൽ നിന്നും അറിയിക്കുന്നു. സർക്കസിനും തുണിക്കടയ്ക്കും ഒക്കെ പരസ്യം പറയുന്നവനെയൊക്കെ പിടിച്ചിട്ട് ഈ പരസ്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്തുകൊണ്ടാ ഇപ്പൊ ഒരു പരസ്യം കേട്ടത്? അയ്യോ, അതൊരു കാര്യമുണ്ട്. നിനക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു സർപ്രൈസ് വരുന്നുണ്ട്. സർപ്രൈസോ? എനിക്കാ? മനസ്സിലായി. കോഴിമുട്ട. അല്ലോ, തെങ്ങിൻ തൈ അല്ല. അപ്പൊ തൈ തെങ്ങ് അല്ല. ഇല്ല, എന്ത് തേങ്ങയാന്ന് പറ. അതായത് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരുന്നു. സത്യമാണോ ഈ പറഞ്ഞത്? നാട്ടിൽ മൊത്തം പന്നിശല്യമാണെന്ന് നിനക്കറിയാമല്ലോ. എന്റെ അച്ഛനെ ഇരട്ട പേര് വിളിച്ചോണ്ടല്ലോ. അതല്ല, നിന്റെ അച്ഛന്റെ ഇരട്ട പേര് പന്നി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? എന്തുവാ? അറിയാൻ വയ്യാത്ത പന്നിമലത്തും ചീട്ടുകളി എല്ലാം കളിച്ചിട്ട് കാശ് കൊണ്ട് കളഞ്ഞിട്ടല്ലേ നാട്ടുകാർ ഇങ്ങനെ വിളിക്കുന്നത്? അങ്ങനെ നാട്ടുകാർ വെറുതെ പറയുന്നതാ. ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛന് ചീട്ട് കളിക്കാൻ അറിയത്തില്ല. അതാ, ചീട്ട് കളിക്കാൻ അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ അറിയാൻ വയ്യാത്ത കളി കളിച്ചിട്ട് കാശ് ഇങ്ങനെ കൊണ്ട് കളയുമായിരുന്നു. നിങ്ങൾ കാര്യം പറ. കാട്ടുപന്നിയുടെ ശല്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിവിടെ എല്ലാവർക്കും അറിയാം. അതിനെ വെടിവെക്കാൻ വേണ്ടി ഒരു വേട്ടക്കാരൻ വരുന്നു. പറട്ടെ. ഈ വേട്ടക്കാരൻ വരുന്നതിന് അയാൾക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ കൊടുക്കുന്ന ആരാ? നമ്മളാണ്. എങ്ങനെ? ഈ വീട്ടിൽ തോട്ടത്തിനെ ഞാൻ കേട്ടത്തില്ല. നിങ്ങൾ വല്ലവരെന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചോളൂ. ഞാൻ കാര്യം പറയാം. ഈ വേട്ടക്കാരന് വേണ്ടി 25,000 രൂപ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ ആരാ മേടിച്ചോണ്ട് പോയെന്നറിയാം? ആ പൈസ നിങ്ങൾ നാട്ടുകാർ കൊണ്ട് പരോപകാരത്തിന് കൊടുത്തിട്ടുണ്ടോ? ആ നാട്ടുകാരൻ തന്നെ. നിന്റെ ആങ്ങളെയായ ഒരു നാട്ടുകാരൻ, അവന് ബൈക്ക് വേണമെന്നും പറഞ്ഞ് എന്റെ 25,000 മേടിച്ചോണ്ട് പോയില്ലായിരുന്നോ? അതുകൊണ്ട് ഇതിന് പരിഹാരം നീ കാണണം. നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ട് ഉള്ളതിൽ പങ്ക് കൊടുത്താൽ മതി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വേട്ടക്കാരൻ വരട്ടെ, നമുക്ക് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞാനൊരു കാര്യം പറയട്ടെ. 1 2 പറഞ്ഞു. നമുക്കേ വേട്ടക്കാരനെ നമുക്ക് വേറെ ഏതെങ്കിലും വീട്ടിൽ നമുക്ക് താമസിപ്പിച്ചാലോ? വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കാനെന്ന റൂമും എടുത്ത് അത് വേണ്ട. എന്റെ വള കണ്ടുകൊണ്ട് അങ്ങനെ വേട്ടക്കാരന് പുതിയ വീട് എടുത്ത് കൊടുക്കാൻ കാര്യം ചെയ്യാം. നമുക്ക് വേട്ടക്കാരനെ ശരി. ഞാനൊരു കാര്യം ചെയ്യാം. ഇത് അവസാനത്തെ പരോപകാരമായിരിക്കണം. ഇനി മേലിൽ പരോപകാരം ചെയ്യൂലെന്ന് സത്യം ചെയ്യും. എന്റെ ചന്ദ്രിയാണ്. ഞാൻ ഇനി പരോപകാരം ചെയ്തിട്ടില്ല. വേറെ ഒരെണ്ണം. സത്യമാണല്ലോ? സത്യമാണ്. ഓക്കെ. അയ്യോ, പിടിച്ച
രമ്യയുടെ മുഖവും മാളയുടെ ചിരിയും. എന്താണ് ഇത്? ഞാൻ വേട്ടക്കാരൻ. വേട വെടിക്കാരനാണ്. വെടിക്കാരൻ. ഏറ്റവും വലിയ വെടിക്കാരനാ ദാ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ വേട്ടക്കാരാണോ? നിങ്ങൾ തോക്ക് കൊണ്ട് വെടിവെക്കുന്നു, ഇയാള് നാക്ക് കൊണ്ട് ഓ വെടിവെക്കുന്നു. ശരിയാ. എന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അയ്യോ, അത് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. ചെയ്യാമല്ലേ? അപ്പം എന്റെ ഒരു മെനു കാണിക്കാം. കാണിക്കാൻ അതായിരുന്നു രാവിലെ 15 ഇഡലി ഓർ പൊറോട്ട. രാവിലെ 15 ഇഡലി അല്ലെങ്കിൽ പൊറോട്ട. അങ്ങനല്ല, 15 ഇഡലി ഒരു പൊറോട്ട. അതെന്താ 15 ഇഡലി കൂടെ ഒരു പൊറോട്ട പിന്നെ തിന്നുന്നത്? എന്റെ പ്രസിഡന്റ്, ഈ ഇഡലി കഴിക്കുമ്പോ അങ്ങ് പെട്ടെന്ന് അങ്ങ് ദഹിക്കും. അപ്പൊ ഈ പൊറോട്ട കഴിച്ചാൽ ദഹിക്കത്തില്ല. അപ്പൊ ഇഡലിയുടെ പുറത്ത് ആ പൊറോട്ട എടുത്ത് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കമത്തി എടുക്കാം. അപ്പൊ അടി കിടക്കുന്ന ഇഡലിയും കൂടെ ദഹിക്കത്തില്ല. ഇഡലിക്ക് ഒരു സുരക്ഷ. അതെ അതെ അതെ. അപ്പൊ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറ്. നെയ്ച്ചോറ് മതി. അതിന്റെ കൂടെ ഇച്ചിരി ബീഫും ചിക്കനും ഉണ്ട്. അല്ല, 4 മണിക്ക് നല്ല ചൂട് ചായയും മൃദുവായ ഒരു കടിയും ഞാൻ ഇരിക്കുന്നിടത്ത് കിട്ടണം. ഇയാളെ ചന്തയ്ക്ക് ഞാൻ കടിക്കാൻ വരാൻ പോയില്ല. എന്തോ ഇയാള് പറഞ്ഞെന്താ ഇരിക്കുന്ന സ്ഥലത്ത് മൃദുവായിട്ടൊന്ന് കടിക്കണം? അതല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടു തരണം ചായയും നല്ല മൃദുവായ കടിയും. ആണല്ലേ? പിന്നെ വൈകിട്ട് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. രാവിലത്തെ എന്തെങ്കിലും വെച്ച് തന്നാൽ മതി. രാവിലത്തെ സുപ്രഭാതം വെച്ച് തന്നാ മതിയാ കഴിക്കാൻ. അല്ല, അതല്ല കേക്കാൻ. നിങ്ങൾ പാരമ്പര്യമായിട്ട് വെടിക്കാരാണ്? അതല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ വെടിവെച്ച് ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പൻ ഒരു ചെറിയ വെടിക്കാരനായിരുന്നു. അപ്പൂപ്പനും കുറെ കൂട്ടുകാരും കൂടെ പണ്ട് ഇങ്ങനെ കാട്ടി വെടിവെക്കാൻ പോയി. എന്നിട്ട് ഒരു കരടിയുടെ മുമ്പിൽ ചെന്ന് പെട്ട്. കരടിയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്ത്? എനിക്കറിയാം. ചത്തന്റെ കൂട്ട് കിടന്നാൽ മതി. അപ്പൂപ്പൻ ഇങ്ങനെ ചത്ത ശവം പോലെ ഇങ്ങനെ കിടന്ന് കരടി തൊട്ടടുത്തൊന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കോ കരടി. ആരെ വെയിറ്റ് ചെയ്തത്? കാരണം ശവമാണല്ലോ കിടക്കുന്നത്, കരടിക്ക് ജ്ഞാനൊക്കത്തില്ലോ. അപ്പൊ അങ്ങനെ കഴുകൻ വന്ന് കൊത്തിപ്പറിക്കുന്നവരെ കരടി വിടരുന്ന്. കഴുകൻ വന്ന് ഇങ്ങനെ കൊത്തിപ്പറിച്ചപ്പോ അപ്പൂപ്പൻ ചെറുതായിട്ടൊന്ന് അനങ്ങി. എന്താ? മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ കരടിക്ക് മനസ്സിലായി ഇത് മരിച്ചതല്ല, ശവമല്ല, ജീവനുണ്ടെന്ന്. അപ്പൊ പിന്നെ ഈ കരടിയും ഈ കഴുകനോടെ രണ്ടുപേരും ഷെയർ ഇട്ട് അപ്പൂപ്പനെ കൊണ്ടുപോയി. അപ്പൊ അച്ഛനും ഇതാണോ പരിപാടി? അല്ല, അച്ഛൻ ആലപ്പുഴ ജില്ലാ കോടതിയിലെ ശിരസ്തദാറായിരുന്നു. ആലപ്പുഴ ജില്ലാ കോടതിയിലെ ആരാന്നാ പറഞ്ഞത്? എന്റെ പൊന്നു സുഹൃത്തെ, ഒരു പ്രാവശ്യം പറഞ്ഞു. ഇനി പറഞ്ഞാൽ ഞാൻ അച്ഛനില്ലെന്ന് ഞാൻ പറയും. അത്ര പൊക്കത്തുള്ളൂ. ഒരിക്കലും ഞങ്ങൾ അപ്പൂപ്പൻ ചെന്ന് ഒരു സിംഹക്കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. സിംഹക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് പാലും ചോറും ആഹാരം കൊടുത്ത് അതിനെ താലോലിച്ച് സ്നേഹത്തോടെ വളർത്തി വലുതാക്കി ആ സിംഹക്കുട്ടി വലിയൊരു സിംഹമായിട്ട് മാറി. എന്നിട്ട് സിംഹക്കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? ആ സിംഹക്കുട്ടിയാണ് ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ മറ്റേ ഈ ഇടയ്ക്ക് കുറച്ച് നാൾ വേട്ടയ്ക്ക് പോകും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിശ്രമിക്കും, റെസ്റ്റ് എടുക്കും. അതെന്താ അതിന്റെ കാര്യം? എന്താ? വേട്ട അവസാനിച്ചു എന്ന് ഇരയെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. 5-ാം പാതിരാവിലെ ഇന്ദ്രൻസിന്റെ ഡയലോഗും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പഞ്ചായത്ത് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നേക്കുന്നു. വന്നോ? നമ്മുടെ വായനശാലയുടെ പുറയിലുള്ള ആ കുറ്റിക്കാട്ടിനകത്ത് പന്നി അവിടെ കയറിയിട്ടുണ്ട്. അതിന് വെടിവെക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് പോകാനും. ഇന്നിനും വെടിവെക്കാനൊക്കത്തില്ല. ആകപ്പാടെ 4 ഉണ്ടായിരുന്നു. എന്റെ ഇങ്ങോട്ട് വരവറിയിക്കാൻ വേണ്ടി 3-4 ഉണ്ട് അവിടെ വെച്ചൊക്കെ വെടിവെച്ച്. ഇനിയിപ്പം പഞ്ചായത്തിൽ നിന്ന് പുതിയ വെടിയുണ്ട് സാങ്ഷൻ ആയി കിട്ടണം. എന്നാ പിന്നെ പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ ആക്കി മേടിയത്. അതിന് പഞ്ചായത്ത് അപേക്ഷ കൊടുത്ത് സാങ്ഷൻ ആയിട്ടൊക്കെ വരുമ്പോ 1 മാസമെങ്കിലും പിടിക്കും. അതുവരെ എന്ത് ചെയ്യും? അതുവരെ ഞാൻ ഈ വീട്ടിൽ താമസിക്കും. അപ്പം വെടിവെച്ച് കൊല്ലണ്ട, പാത്തിക്കടിച്ച് കൊന്നാ മതി. പന്തി അല്ല, സ്കിറ്റ് കഴിഞ്ഞു. നമുക്ക് നേരെ അഭിപ്രായം ചോദിക്കാം. ഷാജു ചേട്ടാ. ഫിറോസ്, ബിജു, അനിൽ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് കൗണ്ടർ കുറച്ച് കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ വിഷയം നല്ലതാണ്. നമുക്ക് കൗണ്ടറുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ഒരുപാട്. പിന്നെ ബിജുവിൻ്റെ ഫീമെയിലിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഏറ്റവും നന്നായിട്ട് ഫീമെയിൽ ചെയ്യുന്ന ഒരാളാണ്. അവരുടെ ഏരിയയൊക്കെ നന്നായിരുന്നു. ഈ പറയുന്ന വേട്ടക്കാരൻ്റെ വരവും കാര്യങ്ങളും. അതുപോലെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് തമാശകളുടെ കുറവ് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നല്ല ആർട്ടിസ്റ്റുകളായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഹ്യൂമർ ചിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹ്യൂമറുകൾ വന്നാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയേ തോന്നിയുള്ളൂ. ബാക്കി ആർട്ടിസ്റ്റ് വൈസ് നിങ്ങൾ ഒന്നും പറയാനില്ല. നല്ല ആർട്ടിസ്റ്റുകളാണ്. തീർച്ചയായിട്ടും ഇനിയും നല്ല ഗംഭീര കൗണ്ടറുകളുള്ള സ്കിറ്റുകളുമായിട്ട് ഇനി വീണ്ടും വരട്ടെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. തുടക്കം നല്ല രസമായിരുന്നു കേട്ടോ. ബിജു വന്നിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നു. അതിനുശേഷം ഫിറോസ് വന്നു, ദാനധർമ്മം ചെയ്യുന്ന ഒരാളാണെന്ന് അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വന്നപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കൗണ്ടറുകളേ ഇല്ല. കൗണ്ടർ ഉണ്ടെങ്കിലേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ചിരി ഉണ്ടെങ്കിലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. അതാണൊരു വിഷയം. അപ്പം ചിരിയുടെ സംഭവങ്ങൾ അത്യാവശ്യം നമ്മൾ കണ്ടന്റ് എടുക്കുമ്പോൾ അത് ബിജു ഇവിടെ കുറേ നാളുകളായിട്ടുള്ളതാണ്. പൊഴിയൂരിന് അറിയാൻ പോരെ.
ഫിറോസ് പിന്നെ ഇപ്പം ഈ അടുത്തിടെ കൊണ്ട് അനിലും ഫിറോസും വന്നതേ ഉള്ളൂ. എന്നാലും അവർ ഷോ കാണുമ്പോൾ അവർക്കറിയാം ഇവിടെ ചിരിക്കനുസരിച്ച് പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമെന്ന് അറിയാം. നല്ല രീതിയിൽ നിങ്ങൾ 3 പേര് അഭിനയിക്കുന്നുണ്ട്. അഭിനയത്തിൻ്റെ കൂട്ടത്തിൽ ചിരിയും കൂടെ ഉണ്ടെങ്കിലേ മൊത്തത്തിലൊരു രസമാകുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം അതിനു വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ കുറേ ഡയലോഗുകൾ നമ്മൾ പറഞ്ഞിട്ട് കഥയില്ല. ആ പറയുന്ന ഡയലോഗിൻ്റെ അകത്ത് ചിരിയുണ്ടെങ്കിലേ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യം ഗംഭീര സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് പ്രചോദേട്ടാ. 3 പേരും നല്ല കിടിലൻ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ തെളിയിച്ച്. ഇതിനു മുമ്പും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നസ്രക്ക പറഞ്ഞാൽ ഈ തുടക്കത്തിൽ ബിജുവിൻ്റെ ഇവിടുത്തെ പെർഫോമൻസ് അടിപൊളിയാണ്. അതിനൊരു കയ്യടി നമ്മളത് അസാധ്യമായിട്ട് ചിരിപ്പിച്ചെന്നുള്ള കാര്യം. അവർ പോലും ഇരുന്ന് ആ കൗണ്ടറുകൾ നല്ലതായിരുന്നു. തേയ്മാനമാണെന്നൊക്കെ പറഞ്ഞൊരു സാധനങ്ങൾ. പിന്നെ അവർ പോലും പ്രതീക്ഷിക്കാത്ത ആ ചാറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഭയങ്കര ഹൈ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫിറോസുമായിട്ടുള്ള കോമ്പിനേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നുള്ള ഡയലോഗ്സിലേക്ക് വന്നപ്പോൾ ഇത്തിരി സീരിയസും ഹ്യൂമർ വളരെ കുറഞ്ഞു പോയി. അനിലിൻ്റെയൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പൂന്ത് വിളയാടേണ്ട ക്യാരക്ടറാണ്. പക്ഷേ ആ ഒരു പ്രസൻസ് നമുക്കിനകത്ത് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്ക്രിപ്റ്റിനുള്ള സമയം കിട്ടി കാണില്ല, വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടി കാണത്തില്ല. അപ്പോൾ അടുത്തതിന് കാര്യം ബിജു ഒക്കെ ഫീമെയിൽ വേഷം ഇവിടെ കെട്ടി നിന്നൊരു കൗണ്ടർ 10 അടിക്കുന്ന ഒരാളാണ് ഇന്ന്. പക്ഷേ നമുക്ക് അത് കഴിഞ്ഞാൽ മുമ്പിലോട്ടുള്ള ഒരു യാത്ര വന്നപ്പോഴത്തേക്ക് പിന്നെ അതിന് ടൈം കിട്ടിയില്ല. അപ്പോൾ അടുത്തതിൽ എന്തായാലും പൊളിക്കുക, ശ്രദ്ധിക്കുക. ഏറ്റവും അധികം നല്ല സ്കോർ ചെയ്യാൻ കെൽപ്പുള്ള ആർട്ടിസ്റ്റുകളാണ്. ഓൾ ദ ബെസ്റ്റ്. നസീർക്ക് അപ്പൊ എത്ര മാർക്ക് കൊടുക്കാം നമുക്ക്? ഞാനൊരു 5000 രൂപ. 5000. ഓക്കെ, ഷാജു ചേട്ടാ 5000 രൂപ. 5000. 10000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. പ്രചോദേട്ടൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് ചേട്ടാ. 20,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത്. ചേട്ടന്മാരെ അടുത്ത തവണ വരുമ്പോഴത്തേക്കും കൗണ്ടർ നിറച്ച് നമുക്ക് എന്തായാലും ഇവിടെ പഞ്ചടിക്കണം. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും നിങ്ങളെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാൻ വരുന്നതായിരിക്കും. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. Bye bye.